ഇന്ന് പോയിട്ട് നാളെ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു കൃഷ്ണൻ സത്യമല്ലേ പറയുന്നു. അതെ എങ്കിൽ അങ്ങ് തിരിച്ചു വരുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല, ഉറങ്ങത്തുമില്ല, വെള്ളം പോലും കുടിക്കത്തില്ല. അങ്ങനെ ആ കൂട്ടുകാരൻ അവിടെ തന്നെ ഇരുന്നു, കണ്ണുപോലും അടയ്ക്കാതെ. അതായത് ഭഗവാൻ പോയ ആ ദിശയിലേക്ക് നോക്കി കണ്ണുപോലും അടയ്ക്കാതെ നോക്കി ഇരുന്ന് ശ്വാസം പോലും എടുക്കാതെ ഒരു ശിലയായിട്ട് മാറി. ഹരേ കൃഷ്ണ. എന്താണ് ആ ഭക്തി അല്ലേ? ആ ഒരു വിഗ്രഹമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭഗവാന്റെ ഒരു കൂട്ടുകാരനാണ്. അതാണ് പൂച്ചരി കാ ലോട്ട. പൂച്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിലിൻ്റെ വാൽഭാഗം. അതായത് ഞാൻ പറഞ്ഞില്ലേ, തലഭാഗമാണ് രാധാകുണ്ട് ശ്യാംകുണ്ട്, അത് മയിലിൻ്റെ വാൽഭാഗത്താണ് ഇനി നമുക്ക് പോകുന്നത്. അതൊരു രാജസ്ഥാനിലാണ് വരുന്നത്. ഗോവർദ്ധനത്തിൻ്റെ 1 കിലോമീറ്റർ രാജസ്ഥാനിലാണ് വരുന്നത്. അവിടെയാണ് ഈ പൂച്ചരി കാ. അതായത് ഭഗവാന്റെ കൂട്ടുകാരൻ ഇന്നും കൃഷ്ണൻ വരുന്നതും കാത്ത് ആ ദിശയിലേക്ക് നോക്കി. പക്ഷേ ആ കൂട്ടുകാരൻ്റെ ശരീരം കൃഷ്ണനെ പോലെ നശ്വരം അല്ലാത്ത ശരീരമാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് അദ്ദേഹത്തെ ഒരു ശിലാരൂപത്തിലേക്ക് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ആനന്ദമാണെങ്കിൽ ഭഗവാനെ നേരിട്ട് കണ്ട് ഭഗവാന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്ക് അല്ലേ, ഭഗവാനോട് എത്ര വിരഹമായിരിക്കും. അതും ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തനാണ്. ഹരിദാസ വര്യൻ എന്നാണ് പറയുന്നത്. ഗോവർദ്ധനത്തിൽ ഹരിയുടെ ദാസന്മാരിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് പറയുന്നത്. കാരണം ഗോവർദ്ധനത്തിലാണ് ഭഗവാന്റെ മിക്ക ലീലകളും. രാധാകുണ്ട് ശ്യാംകുണ്ട് അല്ലേ, പശുക്കളെല്ലാം മേയിച്ചടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ വെച്ച് നമുക്ക് ഗോവർദ്ധന ലീല കേൾക്കാം. ഇവിടെ ഭാഗ്യല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോവർദ്ധന പൂജ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മൾ പൂർണ്ണമായിട്ടും ദേവേന്ദ്രനെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ സർവശക്തനാണ്, ജഗന്നാഥനാണ്. ഭഗവാന് മനസ്സിലായി ദേവേന്ദ്രന് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. അന്നേരം ആ ദേവേന്ദ്രന്റെ അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ഗോവർദ്ധന പൂജ, ദേവേന്ദ്ര പൂജ മുടക്കാന്ന് വിചാരിച്ചു. ചുമ്മാ ഒരു രസം. ഭഗവാൻ എല്ലാവരും രസമല്ലേ, രാവിലെ പറഞ്ഞ പോലെ ചുമ്മാ ഒരു രസം. അങ്ങനെ ആ രസത്തിന്റെ പേരിൽ ഭഗവാൻ എന്ത് ചെയ്തു? നന്ദ മഹാരാജനോട് പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ദേവേന്ദ്രന്റെ പൂജ മുടക്കാന്ന് ആര് വിചാരിച്ചോ? ഭഗവാൻ കൃഷ്ണൻ വിചാരിച്ചു. കാരണം എന്താ, ദേവേന്ദ്രന്റെ അഹങ്കാരം കുറച്ച് കൂടിയെന്ന്. അങ്ങനെ നന്ദ മഹാരാജനോട് പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മഴ നമ്മൾ പൂജ ചെയ്താലും ഇല്ലേലും പെയ്യും, അത് ദേവേന്ദ്രന്റെ ഡ്യൂട്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ നോക്കുന്നത് വിഷ്ണുവാണ്. വിഷ്ണു ആരാ? ഇദ്ദേഹം. ഞാൻ പറഞ്ഞു, എന്നെ പൂജിച്ചാൽ അത് വേറെ ആരും പൂജിക്കേണ്ട, ഇതിനാണ് സത്യം. അങ്ങനെ ഭഗവാൻ പറഞ്ഞു. അന്നേരം കൃഷ്ണൻ കൊച്ചുകുട്ടിയാണെങ്കിലും വൃന്ദാവനത്തിലുള്ള എല്ലാവരും ഭഗവാൻ പറയുന്നതിനപ്പുറം നിൽക്കത്തില്ലെന്നുള്ളത്. അങ്ങനെ ഭഗവാൻ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? എന്നാലും പിന്നെ എല്ലാ വർഷവും നമ്മൾ ഈ ചെയ്യുന്ന പൂജ അത് ഗോവർദ്ധനത്തിൽ ചെയ്യാൻ പറഞ്ഞു. ഗോവർദ്ധനത്തിൽ നിന്നാണ് നമ്മുടെ പശുക്കൾക്ക് പുല്ലും വെള്ളവും എല്ലാം കിട്ടുന്നത്. നന്ദ മഹാരാജാവ് ഗോവർദ്ധന പൂജയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ 7 വയസ്സുള്ള ഭഗവാൻ നന്ദ മഹാരാജനോട് ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ് ഈ ഗോവർദ്ധന ഈ ഹോമമൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞാൽ ദേവേന്ദ്രന് വേണ്ടിയാണ്. ദേവേന്ദ്രന് വേണ്ടി ഹോമം ചെയ്തിട്ട് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മഴ പെയ്യിപ്പിക്കുന്ന ദേവേന്ദ്രനല്ലേ, മഴ വന്നെങ്കിലല്ലേ നമുക്ക് നല്ല പുല്ലൊക്കെ കിട്ടൂ, നല്ല പുല്ലൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പശുക്കൾക്ക് ആഹാരം കിട്ടൂ, എങ്കിലല്ലേ പാല് കിട്ടൂ. അതുകൊണ്ട് നമുക്കെല്ലാം പ്രധാനപ്പെട്ട വ്യവസായം. മോനെ അവിടെ പോയി നിൽക്കുക, ഓരോരോ ചെരുപ്പുകൾ താഴെ എടുത്തോണ്ട് പോകുന്നു. കൊണ്ടുപോകും. അവിടെ ഒരാളെ ഇന്നാ മതി. അത്രയ്ക്ക് ചോറുണ്ട്. കറികൾ വലിയ കുളം പോലെ ഉണ്ടാക്കിയെന്ന് പറയും. വലിയ കുളം പോലെ വലിയ പാത്രത്തിൽ നിറച്ച് കറികളും അങ്ങനെ ലഡു, ജിലേബി, അങ്ങനെ എല്ലാം കുന്നുപോലെയും ചപ്പാത്തികളും അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഗോവർദ്ധനത്തിന് നിവേദ്യം സമർപ്പിച്ചു. അന്നേരം വൃന്ദാവനവാസികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ഗോവർദ്ധനമായിട്ട് അവതരിക്കുകയും കൂടെ ചെയ്തു. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങി, പർവ്വതം സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അത് യഥാർത്ഥ ആരായിരുന്നു? ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഗോവർദ്ധൻ നിങ്ങളുടെ പൂജയിൽ ഭയങ്കര സന്തോഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അന്നേരത്തെ ബ്രജവാസികൾ വലിയ സന്തോഷമായി. ഇത്രയും കാലം ഇന്ദ്രന് കൊടുത്തിട്ട് ആൾ തിരിഞ്ഞു പോലും നോക്കി അല്ലേ, ഇത് ഗോവർദ്ധനം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഞാൻ നിങ്ങളിൽ സംപ്രീതനാണ്, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും പശുക്കളുമായിട്ട് ഗോവർദ്ധനത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ഇതെല്ലാം എവിടെ ന്യൂസ് എത്തി, വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് വന്നു, ഫേസ്ബുക്കിലൊക്കെ. എന്താണ്, ദേവേന്ദ്രൻ്റെ പൂജ മുടങ്ങിയെന്നത്. ഇത് ദേവേന്ദ്രന് വലിയ നാണക്കേടായി. ദേവേന്ദ്രൻ എന്ത് ചെയ്തു, ദേഷ്യം കൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സൈനികരാണ് ഈ മേഘങ്ങളൊക്കെ, ഒരു മേഘങ്ങളോട് പറഞ്ഞു ഏറ്റവും ശക്തമായിട്ടുള്ള മഴ പെയ്യിപ്പിക്കാൻ പറഞ്ഞു വൃന്ദാവനത്തിൽ. അങ്ങനെ മഴയൊക്കെ പെയ്യിപ്പിച്ചു. അവസാനം ദേവേന്ദ്രൻ പറഞ്ഞു ഇതൊന്നും പോരാ, വൃന്ദാവനത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ഭൂമി പ്രളയത്തിൽ എത്ര മഴ പെയ്യുന്നോ അത്രയും മഴ പെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓരോ മഴത്തുള്ളിയുടെയും വലിപ്പം ഒരു ആനയുടെ വലിപ്പം ഉണ്ടായിരുന്നു. ഒരു മഴത്തുള്ളി എന്നാലോചിച്ചു, ഒരു ആനയുടെ വലിപ്പത്തിൽ ഒരു മഴത്തുള്ളി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. അങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്ത് വൃന്ദാവനം മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. എല്ലാവരും നോക്കി എല്ലാവരും വെള്ളത്തിലായി. അങ്ങനെ എല്ലാവരും അവസാനം എവിടെയോ ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ എല്ലാവരും ഒതുങ്ങി എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ കണ്ടില്ലേ ദേവേന്ദ്രന് ദേഷ്യമായി, കൃഷ്ണൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഗോവർദ്ധനത്തിൻ്റെ പൂജ ചെയ്യുന്നത്, ഇപ്പം എന്തായി, ഗോവർദ്ധനം മുഴുവൻ നമ്മൾ വൃന്ദാവനം മുഴുവൻ വെള്ളത്തിലാകാൻ പോകുകയെന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ കൃഷ്ണൻ എന്ത് പറഞ്ഞു, 7 വയസ്സുള്ള കുട്ടിയാണ്, എത്രയാണ്, ഇത്രയാണ്. ഒരാൾ പറയുകയാണ് ഗോവർദ്ധനം നമ്മളെ രക്ഷിക്കുന്നു. അങ്ങനെ ആളെന്ത് ചെയ്തു, ഇനി നമ്മൾ ഒരിടത്ത് പോകും, ജത്തിപുര എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെയാണ് കൃഷ്ണൻ. അവിടെ നിന്നിട്ടാണ് ഭക്തരുമായിട്ട് സംസാരിച്ചത്. അവിടെ നിന്നിട്ട് പറഞ്ഞു ഇതേ ഗോവർദ്ധൻ നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഭഗവാൻ ഒന്ന് തൊട്ടതേ ഉള്ളൂ, ഗോവർദ്ധൻ അങ്ങോട്ട് പോയി. ഈ ഭക്തർക്ക് പേടിയാവണമെന്ന് പറഞ്ഞൊരു സപ്പോർട്ടിങ് ഇടത് കയ്യിലെ ചെറിയ വെള്ളം നഖത്തിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു നിർത്തി. അന്നേരം വലിയ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ഇഷ്ടിക പോലും നമുക്ക് ഇങ്ങനെ പൊക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു സാധനം, ഒരു പേപ്പർ പോലും ഇങ്ങനെ നിർത്താൻ പറ്റുമോ? ഇതെന്തോ പറയുന്ന വലിയ പർവ്വതം, 21 കിലോമീറ്റർ ചുറ്റളവുള്ള വലിയ പർവ്വതം, ഹിമാലയത്തിൻ്റെ അത്രയും പൊക്കമുള്ള ഒരു സാധനം 7 വയസ്സുള്ളൊരു കുട്ടി ഇതാ ഇങ്ങനെ വെച്ചു. അത് ഇടത്തെ കയ്യിലെ ചെറിയ വിരലിലെ നഖത്തിൽ. എന്നിട്ട് 7 ദിവസം 7 രാത്രി ഇത് ദേവേന്ദ്രൻ അറിഞ്ഞപ്പോൾ പറഞ്ഞ് ശക്തമായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്പ്പിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. തുടർച്ചയായിട്ട് ഇടിയും വെട്ടിയും ഭയങ്കര മഴയൊക്കെ ആയി, ചുറ്റും ഭയങ്കര ഭയാനകമായിട്ടുള്ള സാഹചര്യം. പക്ഷേ അടിയിലെന്തോ എല്ലാവരും ഇങ്ങനെ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം എന്താ, രാവിലെ കൃഷ്ണൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ യശോദമ്മയ്ക്ക് കൃഷ്ണനെ കാണാൻ പറ്റത്തില്ല അല്ലേ, കൂട്ടുകാർ സന്തോഷത്തിരിക്കും. തിരിച്ചു വരുമ്പോൾ കൂട്ടുകാർക്ക് വിഷമമാണ്. രാത്രിയാകുമ്പോൾ ഗോപിയന്മാർക്ക് സന്തോഷമാണ്, പക്ഷേ പകലാകുമ്പോൾ ഗോപിയന്മാർക്ക് ദേഷ്യമാണ്, കാരണം കൃഷ്ണനെ കാണാൻ പറ്റും. ഇതാകുമ്പോൾ എന്താ, എല്ലാവരും ഒരു കുടക്കീഴിൽ തന്നെ. ആര്, യശോദാമ്മയും നന്ദമഹാരാജും കൂട്ടുകാരും ഗോപിയന്മാരും എല്ലാവർക്കും 24/7 കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് പശുക്കൾക്ക് വരെ, പശുക്കളും പശുക്കുട്ടികളും എല്ലാവരും ഇതിൻ്റെ കീഴിലാണ്. മൊത്തം ബ്രജവാസികൾ എല്ലാവരും ഇതിൻ്റെ കീഴിൽ. ഒന്ന് ആലോചിച്ചു. ഭഗവാന്റെ ലീലകളൊക്കെ അവസാനിപ്പിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചു പോയതിനു ശേഷം ഭഗവാന്റെ മകനായ വജ്രനാഭനായിരുന്നു മഥുരാ മണ്ഡലം മൊത്തത്തിൽ ഭരിക്കുന്നത്. മഥുരാ മണ്ഡലം എന്ന് പറയുമ്പോൾ 84 കോശം എന്ന് പറയും. 84 എന്ന് പറഞ്ഞാൽ 84 കോശം എന്ന് പറയും. അത് ഇവിടുത്തെ ഒരു കണക്കാണ്. ഒരു കോശം എന്ന് പറയുമ്പോൾ 3 കിലോമീറ്റർ ചുറ്റളവാണ്. അന്നേരം 84 കോശം എന്ന് പറയുമ്പോൾ ഏകദേശം 250 കിലോമീറ്റർ ചുറ്റളവിൽ അത്രയാണ് നമ്മുടെ വൃന്ദാവനം മൊത്തത്തിൽ മഥുരാ മണ്ഡലം എന്ന് പറയുന്നത്.
അന്നേരം ഈ മഥുരാമണ്ഡലം പരീക്ഷത്ത് മഹാരാജാവ് ഭഗവാന്റെ മകനായ പ്രദ്യുമ്നന്റെ മകനായ അനിരുദ്ധന്റെ മകന് കൊച്ചുമകന് വജ്രനാഭന് കൊടുത്തിട്ട്, അന്നേരം വജ്രനാഭൻ എന്ത് ചെയ്തു? പരീക്ഷത്ത് ഒരിക്കൽ വന്ന് ചോദിച്ചു, അതായത് പരീക്ഷത്തിന് ശാപമൊക്കെ കിട്ടുന്നതിന് മുമ്പേ ഒരിക്കൽ ചോദിച്ചു, ഭരണമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ വജ്രനാഭൻ പറഞ്ഞു, ആരുമില്ല ഭരിക്കാൻ, ഞാനും എൻ്റെ സൈനികരും മാത്രമേ ഉള്ളൂ, പ്രജകൾ ആരും ഇല്ല. അന്നേരം പരീക്ഷത്ത് വന്ന് നോക്കി, ശരി, ആരുമില്ല, വൃന്ദാവനത്തിലും ഇല്ല, ആരുമില്ല. അതായത് ഭഗവാൻ ഇവിടുന്ന് പോകുമ്പോൾ ഭഗവാന്റെ വാസികളെല്ലാവരും കൊണ്ടുപോകും, ആരുമില്ല താമസിക്കാൻ. ആണ് മാനസിക ഗംഗ കേട്ടോ. അന്നേരം ഇവിടെ കുളിക്കുന്നത് ഗംഗയിൽ കുളിക്കുന്നതിനെക്കാട്ടും പവിത്രമാണ്, കാരണം വൃന്ദാവനത്തിലെ ഗംഗയാണ്. ഓക്കെ, കുളിക്കണോ? ഞാൻ കുളിക്കും, നിങ്ങളാരും കുളിക്കണം.